ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിലൊക്കെ ഒരുപാട് വെറൈറ്റി സ്ഥാനാർത്ഥികളെയൊക്കെ നമ്മൾ കാണാറുണ്ട്. പലരുടെയും പേരുകളിൽ വെറൈറ്റി കണ്ടിട്ടുണ്ട്, മത്സരിക്കുന്ന ചിഹ്നങ്ങളിൽ വെറൈറ്റി ഉണ്ടാവാറുണ്ട്. അങ്ങനെ പലതരത്തിലാണ് കാര്യങ്ങൾ. എന്നാൽ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് പുത്തൂർ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഒരു UDF സ്ഥാനാർത്ഥിയുണ്ട്. UDF സ്ഥാനാർത്ഥിയുടെ പേര് ബ്രസീലിയ എന്നാണ്. ആ പേരിൽ തന്നെയാണ് അതിൻ്റെ കൗതുകമെന്ന് തോന്നുന്നു. കഴിഞ്ഞ തവണയും മത്സര രംഗത്തൊക്കെ ഉണ്ടായിരുന്നു മൂന്നാർ വാർഡിൽ നിന്നൊക്കെ അല്ലേ. പേരിലാണ് കൗതുകം. ബ്രസീലിയ എന്താണ്, അതല്ലെങ്കിൽ ഒരാളുടെ പേരാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരാണോ എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഫസ്റ്റായിട്ട് കേൾക്കുന്ന ആളുകൾക്കൊക്കെ അതൊരു കൗതുകമായിട്ട് തോന്നാറുണ്ട്. അപ്പം ചോദിക്കാറുണ്ട്, ബ്രസീലിയ എന്താണ്, ഇത് പേരാണോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. ബ്രസീലിയ എന്ന് പറഞ്ഞാൽ ശരിക്കും ബ്രസീലിൻ്റെ ക്യാപിറ്റലാണ്. അങ്കിളാണ് ഇട്ടത് പേര്. ആ സമയത്ത് ബദരിയ ആണ് എൻ്റെ സിസ്റ്റർ പേര്. അപ്പോൾ B വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്കിൾ എല്ലാവരും ഫാമിലി എല്ലാവരും അങ്ങനെ തന്നെ ആലോചിച്ചത്. അപ്പോൾ അങ്കിളൊരു ഫുട്ബോൾ പ്രേമി ആയിരിക്കണം, ആ സമയത്ത് കടുത്ത ഫാനായിരിക്കണം, അതുകൊണ്ടാണ് ബ്രസീലിയ എന്നുള്ള പേരിലേക്ക് എത്തിയത്. വീട്ടിലെല്ലാവരുടെ പേരിലും ഇത്തരം വെറൈറ്റികളുണ്ടോ? ഇല്ല, അങ്ങനെ വേറെ ആളുകൾക്കൊന്നും അങ്ങനെ വെറൈറ്റി ആയിട്ട് കിട്ടിയിട്ടില്ല. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ വാർഡിലും ഒക്കെ പോകുമ്പോൾ പലർക്കും അപര സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ പേരിൽ ഇപ്പോൾ ഒരു അപരൻ വരാൻ സാധ്യതയില്ല. റെയർ നെയിം ആയതുകൊണ്ട് ഇല്ല എന്നാണ് ഞാനും വിചാരിക്കുന്നത്. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ആളുകളുടെ വീടുകളിലൊക്കെ കയറുമ്പോൾ പേര് പരിചയപ്പെടുത്തുമ്പോൾ ഒരു പ്രയാസം തോന്നുന്നുണ്ട്. അതല്ല ആളുകൾ എന്താ ഇപ്പം അങ്ങനെ ചോദിക്കുന്നുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നത് ഞാൻ കോർപ്പറേഷൻ കൗൺസിലർ ആയിരിക്കുന്ന സമയത്ത് കുറേ ബൈറ്റും കുറേ ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് ആളുകൾക്ക്, ഞാൻ പോലും അറിയാത്ത ഒരുപാട് ആളുകൾക്ക് എൻ്റെ പേരറിയാം. ചിലപ്പോൾ സംസാരത്തിൻ്റെ ഇടയിലൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്തൊക്കെ പറയാറുണ്ട്, നിങ്ങളുടെ പേര് അന്ന് വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ കുറേ പേർക്കൊക്കെ അറിയാം. അങ്ങനെ കൗതുകമാണെങ്കിൽ പോലും പ്രയാസം തോന്നിയിട്ടില്ല. ഫുട്ബോൾ പ്രേമിയാണോ? ഞാൻ സത്യം പറഞ്ഞാൽ ആയിരുന്നില്ല. പക്ഷേ പിന്നീട് ഈ പേരും ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ സ്റ്റോറീസ് കാര്യങ്ങൾ, അങ്ങനെ എൻ്റെ പിന്നിൽ ഈ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടായ സമയത്ത് കുറച്ചൊക്കെ ഫുട്ബോൾ കാണാൻ തുടങ്ങി. ഇഷ്ട ടീം ഏതാ? ബ്രസീൽ. തീർച്ചയായിട്ടും. അർജന്റീനയോട് അത്ര ഇഷ്ടമല്ല? അങ്ങനെയല്ല, ഇത് കാൽപന്ത് കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും മിടുക്കുകൾ തെളിയിക്കേണ്ടത് ഗ്രൗണ്ടിലാണ്. അപ്പം അവരെ അതിനനുസരിച്ച് നമ്മൾ സ്വീകരിക്കാന്ന് മാത്രം. പക്ഷേ ഈ വീടൊക്കെ കയറുന്ന സമയത്ത് ചില അർജന്റീന ഫാൻസ് ഒക്കെ ഉണ്ടാവും. അതിന് തീർച്ചയായിട്ടും എനിക്ക് അർജന്റീന ഫാൻസ് വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ കൗൺസിലർ ആയിരിക്കുന്ന സമയത്ത്, കൗൺസിലർ ആയത് അങ്ങനെ തന്നെയാണ്. അവരുടെ കളിക്കളത്തിൽ അങ്ങനെയല്ല. ബ്രസീൽ അർജന്റീന എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫൈറ്റാ. അതൊക്കെയാണ് ശരിയാണ്. പക്ഷേ വോട്ടിന്റെ കാര്യത്തിൽ അവരെന്നെ സപ്പോർട്ട് ചെയ്യും. കഴിഞ്ഞ തവണത്തെ പോലെയല്ല, ഇതൊരു സിറ്റിംഗ് LDFന്റെ സ്ഥലം കൂടിയാണിത്. തീർച്ചയായിട്ടും ആണ്, സിറ്റിംഗ് ആണ്. എങ്കിൽ പോലും ഇവിടെ ഇപ്പോൾ ഒരു വല്ലാത്ത ജനവികാരം എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഭരണം മാറണം എന്നുള്ളതും പുത്തൂർ മാറണം എന്നുള്ളതും ജനങ്ങൾ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ എല്ലാവരും വിജയപ്രതീക്ഷയിലാണ്. ബ്രസീലുകാർ മാത്രമല്ല, വീടുകളിലുള്ള അർജന്റീനക്കാരൊക്കെ വോട്ട് ചെയ്യുമെന്ന ആത്മവിശ്വാസമാണ് ബ്രസീലിയ എന്ന ഈ UDF സ്ഥാനാർത്ഥി പ്രകടിപ്പിക്കുന്നത്. വീടുകൾ കയറുകയാണ്, പ്രചാരണത്തിലാണ്, പേര് പരിചയപ്പെടുത്തുന്നു, വാർഡ് പരിചയപ്പെടുത്തുന്നു, വികസന മാതൃകകളൊക്കെ പറഞ്ഞുകൊണ്ടാണ്, അതല്ലെങ്കിൽ വികസന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് വോട്ട് തേടുന്നത്. ക്യാമറമാൻ മനോജ് പയ്യന്നൂരിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.